വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അമിതമായാൽ അമൃതം വിഷമെന്ന് പറയുന്നത് പോലെ 3 പ്രോഡക്ട്സിനെ പരിചയപ്പെടുത്താനാണ്. അമിതമായ പിമ്പിൾസ് ഉള്ളവർ യൂസ് ചെയ്യുന്ന ഒരു മരുന്നാണിത്. റെറ്റിനോൾ എ അഥവാ ടെറ്റിനോയിൻ. ഞാൻ യൂസ് ചെയ്ത് നല്ല റിസൾട്ട് കിട്ടിയ മരുന്നാണിത്. പക്ഷേ ഇത് യൂസ് ചെയ്യേണ്ട രീതിയിൽ യൂസ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും പണി കിട്ടും. ഈ മരുന്ന് ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു മരുന്നല്ല. ആഴ്ചയിൽ 2-3 തവണ മാത്രമേ യൂസ് ചെയ്യാവൂ. നമ്മൾ സാധാ ഓയിൽമെൻറ്റുകൾ വാരി മുഖത്തിടുന്നത് പോലെ ഇതിടരുത്. ഇട്ടാൽ തീർച്ചയായും പണി കിട്ടും. ഇത്രത്തോളം എമൗണ്ട് മാത്രമേ എടുത്ത് ഫേസ് ഫുൾ അപ്ലൈ ചെയ്യാവൂ. അതായത് ഒരു പയറുമണിയുടെ വലുപ്പത്തിൽ. റെറ്റിനോളിന് പൊതുവേ ഒരു പീലിംഗ് എഫക്റ്റ് ഉണ്ട്. സോ മരുന്ന് അധികമായ അതിൻ്റെ കാഠിന്യവും കൂടാൻ സാധ്യതയുണ്ട്. അതിനാൽ മുഖത്ത് നല്ല ഇറിറ്റേഷൻ ഉണ്ടാവുന്നു, റെഡ്നെസ് ഒക്കെ ഉണ്ടാവുന്നു. കാരണം തൊലി ഉരിഞ്ഞു പോവുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അത്രയും നീറ്റലുണ്ടാവും. നോർമലി ഞാൻ കാണിച്ച ചെറിയ ക്വാണ്ടിറ്റിയിൽ ഇട്ടാൽ തന്നെയും പീലിംഗ് എഫക്റ്റ് ഉണ്ടാവും. സോ മുഖത്ത് വേറെ എന്തിട്ടാലും 2 ദിവസത്തേക്ക് നീറ്റൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സോ ഈ മരുന്ന് മുഖത്ത് അമിതമായി വാരി ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരു കാരണം വെച്ചാൽ പ്രഗ്നൻസി വുമൺ ഇത് യൂസ് ചെയ്യാൻ പാടില്ല, കാരണം ഫീറ്റസിനെ ബാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫീഡിംഗ് മംസും ഇത് യൂസ് ചെയ്യാൻ പാടില്ല, കാരണം കുട്ടിയുടെ വളർച്ചയെ അത് ബാധിക്കും. അടുത്തതായി പ്രഗ്നൻസിക്ക് തയ്യാറെടുക്കുന്നവർ ഒരു കാരണം വെച്ചാലും യൂസ് ചെയ്യരുത്. കുട്ടിക്ക് അംഗവൈകല്യം വരാനുള്ള സാധ്യതയുണ്ട്. അടുത്തതായി ട്രെറ്റിനോൻ്റെ തന്നെ ബ്ലൂ ട്യൂബ്. ഈ പറഞ്ഞതെല്ലാം ഇതിനും ബാധകമാണ്. ഇത് ഒത്തിരി കൂടി മുഖക്കുരു കുറഞ്ഞവരാണ് യൂസ് ചെയ്യുന്നത്. പെർസെൻറ്റേജിൽ മാറ്റമുണ്ടെങ്കിലും ഇവർ രണ്ടുപേരും ഒരേ പ്രവൃത്തി തന്നെയാണ് ചെയ്യുന്നത്. അടുത്തതായി നമുക്ക് ഒട്ടുമിക്കവർക്കും അറിയാവുന്ന മരുന്നാണ് ഗ്ലൈക്കോസിക്സ്. ഇത് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറാനും കൈമുട്ടിലെ കറുപ്പ്, കഴുത്തിലെ കറുപ്പ്, കഷത്തുണ്ടാവുന്ന കറുപ്പ് ഇതെല്ലാം മാറാനും ഇത് യൂസ് ചെയ്യുന്നു. അത്യാവശ്യം ഡാർക്ക്നെസ് ഒക്കെ മാറാൻ യൂസ് ചെയ്യുന്നൊരു മരുന്നാണിത്. എന്നാൽ ഇവൻ അമിതമായാൽ അമൃതം വിഷമെന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇവനും. ഇവ എല്ലാവരിലും ഒരുപോലെ പ്രവർത്തിക്കണമെന്നില്ല. യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടിയവർ ഉടനെ തന്നെ ഇത് മാറ്റുക. സ്ഥിരം ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ഒരു ബാരിയർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വിപരീത ഫലമുണ്ടാക്കുന്നു. ഇത് യൂസ് ചെയ്യുമ്പോഴും ഇത്ര ക്വാണ്ടിറ്റി മാത്രമേ യൂസ് ചെയ്യാവൂ. ഇതും പ്രഗ്നൻസി ടൈമിലും ബ്രസ്റ്റ് ഫീഡിങ് ടൈമിലും പ്രഗ്നൻസിക്ക് തയ്യാറെടുക്കുമ്പോഴും ദയവ് ചെയ്ത് യൂസ് ചെയ്യരുത്. ഞാനത് യൂസ് ചെയ്ത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ മരുന്നാണിത്. പക്ഷേ എല്ലാവർക്കും ഒരുപോലെയല്ല. നമ്മുടെ സ്കിന്നും നമ്മുടെ സ്കിൻ പ്രോബ്ലം എന്താണോ അതിനും അനുസരിച്ചിരിക്കും നമ്മുടെ റിസൾട്ട്. സോ ഒരു മരുന്നിനെ നമുക്ക് കുറ്റം പറഞ്ഞ് മാറ്റാൻ കഴിയില്ല. ഈ പറഞ്ഞ മരുന്നുകളൊക്കെയും അമിതമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അമിതമായാൽ അമൃതം വിഷമെന്ന് പറഞ്ഞതുപോലെ തന്നെയാണിതും. ഇനി ഈ 3 മരുന്ന് യൂസ് ചെയ്യുമ്പോഴും തീർച്ചയായും നമ്മളൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടതാണ്. ഞാൻ യൂസ് ചെയ്താൽ എനിക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നിയ സൺസ്ക്രീനാണിത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യാം. പക്ഷേ ഇത് ഒത്തിരി കൂടി നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരെണ്ണമാണ്. അതുപോലെ വെയിലത്തിറങ്ങുമ്പോൾ മാത്രം സൺസ്ക്രീൻ ഇട്ടാൽ മതിയാന്ന് ചോദിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അല്ല. നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോഴും അല്ലാതെ പുറത്തിറങ്ങുമ്പോഴും സൺസ്ക്രീൻ ഇടാൻ ശ്രദ്ധിക്കുക. സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമുക്കൊരു UV റേസ് പ്രൊട്ടക്ഷൻ തരുന്നതാണ്. സോ ഇത് ഡെയിലി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ മാറ്റം നമ്മുടെ മുഖത്ത്. സൂര്യപ്രകാശം കൂടുതലടിക്കുമ്പോഴാണ് നമ്മുടെ ഫേസ് പെട്ടെന്ന് ഏജ്ഡ് ആവുന്നതും ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടാകുന്നതും. സോ സൺസ്ക്രീൻ ഒന്ന് ശീലമാക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശം തേടാവുന്നതാണ്. കാരണം ഞാനൊരു മെഡിക്കൽ പ്രൊഫഷണലല്ല. ഞാൻ എൻ്റെ അനുഭവം മാത്രമാണ് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ മരുന്നുകളുടെ അമിത യൂസ് ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്